അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ തിന്മയ്ക്കായും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ തിന്മയ്ക്കായും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെപ്പോലൊരു ദൈവമില്ല നിന്നെപ്പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും ിടുമ്പോൾ നടത്തിയ വഴികളെയോർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിനച്ചിടുമ്പോൾ സ്തുതിക്കുവാനായിരം നാവു പോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും സ്തുതിക്കുവാനായിരം നാവു പോരായേ എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെപ്പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെപ്പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവജന കേൾവിക്കായിട്ട് താല്പര്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന
എല്ലാ ദൈവജനങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അനേകം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവമേ സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവം പ്രാർത്ഥനാപൂർവം നൽകിത്തരുന്ന സന്ദേശങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നിയോഗം പ്രാപിച്ചിട്ടാണ് ഓരോ രാവിലെ സമയം ദൈവത്തിൻ്റെ ആലോചന ഇവിടെ സംസാരിക്കുന്നത്. 2 കൊരിന്ത്യർ 9-15 വാക്യത്തിൽ പൗലോസ് പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് പറയുകയാണ്. നമുക്ക് ദൈവം നൽകിത്തരുന്ന ദാനങ്ങൾ, 2 നിലയിലുള്ള ദാനങ്ങളെക്കുറിച്ച് പത്രോസ് പരാമർശിക്കുന്നുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 1-3 വാക്യം, അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. ജീവന് വേണ്ടിയ ദാനങ്ങൾ, ഭക്തിക്ക് വേണ്ടിയ ദാനങ്ങൾ എല്ലാം ചേർത്ത് പറയുകയാണ്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. അതേ, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീകമായിട്ടുള്ള ദാനങ്ങൾ എന്തെല്ലാമാണ്? നിത്യജീവൻ ദൈവം നമുക്ക് ദാനം നൽകിത്തരുന്നു, രക്ഷാദാനമായി നൽകിത്തരുന്നു. ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതം ദൈവം നൽകിത്തരുമ്പോൾ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ, പ്രതീക്ഷയോടുകൂടെ ജീവിക്കുവാൻ, ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിത്തരുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മളെ വീണ്ടെടുത്തു എന്ന് ഓർക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ ശുദ്ധീകരിച്ചെന്ന് ഓർക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ നീതീകരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇവയെല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കുമ്പോൾ ദാതാവായിട്ടുള്ള നമ്മുടെ കർത്താവ്, അതേ ഗ്രേറ്റ് ഗിവർ, ഏറ്റവും വലിയ കൊടുക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലാണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതേ, ദൈവം ഏറ്റവും വലിയ ഗിവർ എന്ന് പറയുന്നുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ എല്ലാ മനസ്സിലുണ്ട്. അതേ, ദൈവം ഏറ്റവും വലിയ ഗിവർ, ദ ഗ്രേറ്റസ്റ്റ് ഗിവർ ഇൻ ദ വേൾഡ്, ലോകത്തിലുള്ള ഏറ്റവും വലിയ ദാതാവ്, കൊടുക്കുന്ന ദാതാവ് ദൈവം തന്നെയാണ്. കാരണം ദൈവം വലിയ ദാതാവെന്ന് പറയാനുള്ള കാരണം, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ ദാനമായിട്ട് നൽകിക്കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചതുകൊണ്ട് ദൈവം ഏറ്റവും വലിയ ഗിവർ, ഏറ്റവും കൊടുത്ത ആളെന്നുള്ള നിലയിലാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പുത്രനോടുകൂടെ സകലവും നമുക്ക് നൽകി തരാതിരിക്കുമോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. പുത്രനോടായ യേശുക്രിസ്തുവിൽ കൂടെ, യേശുക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്ന ദാനങ്ങൾ രക്ഷാദാനമായി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകി തന്നിരിക്കുന്നു. ഒരു നിത്യതയിൽ ഒരു നിത്യവാസം ദൈവം നമുക്ക് ദാനമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ദാതാവെന്നുള്ള നിലയിൽ അനേക പരാമർശനങ്ങൾ തിരുവെഴുത്തിൽ കാണുമ്പോൾ 1 കൊരിന്ത്യർ 15-57 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവമാണ് ഏറ്റവും വലിയ ഗിവർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. കാരണം നമുക്കെവർക്കും അറിയാം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ വായനയിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചു, അതുകൊണ്ട് ദൈവം ഏറ്റവും വലിയ ഗിവറാണ്. രക്ഷാ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നു, അതുകൊണ്ട് ദൈവം ഏറ്റവും വലിയ ഗിവറാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി നൽകി തന്നു, അതുകൊണ്ട് ദൈവം ഏറ്റവും വലിയ ഗിവറാണ്. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറയുമ്പോൾ അതേ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിത്തരുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം, നീതീകരണത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ, അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെയും ദൈവം നമുക്ക് നൽകിത്തരുമ്പോൾ അതേ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളെന്നോർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുവാനിടയായി തീരണം. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകി തന്ന ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ആരാധന അർപ്പിക്കുമ്പോൾ തന്നെ ദാതാവ് ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. അതേ യേശു കർത്താവിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ചൊക്കെയും ആഗ്രഹിക്കുന്നു. പലപ്പോഴും പലരും ദാനങ്ങളെ, ദൈവത്തിന് ലഭിക്കുന്ന ദാനങ്ങളെ ഓർത്ത്, അതിനെ മാത്രം ഓർത്ത് അങ്ങനെ മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓർക്കേണ്ടതാണെങ്കിലും ദാതാവിനെ മറന്നു കളയരുത്. ദാതാവ് അത് ദൈവമാണ്, അത് യേശുക്രിസ്തുവാണ്.
അത് ത്രിയേക ദൈവമാണ് ദാതാവ്, ഏറ്റവും വലിയ ദാതാവ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, മഹത്വം അർപ്പിക്കുമ്പോൾ ദൈവത്തിന് ലഭിക്കുന്ന ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതേ, 100% അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിലും ദാതാവായിട്ടുള്ള ദൈവത്തെ, യേശുവിനെ ഓർത്തുകൊണ്ട്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, കർത്താവിൻ്റെ വ്യക്തിത്വത്തെ ഓർത്തുകൊണ്ട്, സ്വയം സ്ഥിതനായ, സ്വയം മതിയായവനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, അതേ പരിശുദ്ധനായ, നിത്യനായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ ഓർത്ത് യേശുക്രിസ്തുവിൽ ഫോക്കസ് അതേ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതേ, ദൈവത്തിൽ ലഭിക്കുന്ന ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ദാതാവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട്, ദൈവത്തെ ഓർത്തുകൊണ്ട് 1 കൊരിന്ത്യർ 15:57 പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ ദൂത് ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ഈ ദൂതിലൂടെ നമ്മൾ കേൾക്കുന്നത്? എന്താണ്? ദാതാവ് ദൈവമാണ്. അതേ, ദാതാവായ ദൈവം പല ദാനങ്ങൾ നൽകി തന്നിരിക്കുന്നു. അവയെല്ലാം ഓർത്ത് ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ആത്മീകമായിട്ടുള്ള ദാനങ്ങൾ, ബഹുവിധമായിട്ടുള്ള ആത്മീക ദാനങ്ങൾ, രക്ഷയുൾപ്പെടെ, പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടെ, അതേ വീണ്ടെടും ജനനം ഉൾപ്പെടെ, വീണ്ടെടുപ്പ് ഉൾപ്പെടെ, നീതീകരണം ഉൾപ്പെടെ, ശുദ്ധീകരണം ഉൾപ്പെടെ ദൈവത്തിൽ നിന്ന് ഒത്തിരി ദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ദാനങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നു. അതേ, സ്വർഗത്തിൽ ദാനമായൊരു കെട്ടിടം ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നു. എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ദാനങ്ങളൊക്കെയും ദൈവം തമ്പുരാൻ തരുന്നുണ്ട്, ശരിയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് ലഭിക്കുന്ന ദാനങ്ങൾ നിരവധി ദാനങ്ങളാണ്. ഇന്ന് രാവിലെ സമയം നമ്മൾ ഈ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ, അതേ വെളിച്ചത്തിൻ്റെ കതിരുകൾ, സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ വീടിലേക്ക് വരുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, അതേ അതൊക്കെയും ദാനങ്ങളാണ്. വായു ദൈവത്തിൻ്റെ ദാനമാണ്, വെള്ളം ദൈവത്തിൻ്റെ ദാനമാണ്, വെളിച്ചം ദൈവത്തിൻ്റെ ദാനമാണ്, നല്ല കാലാവസ്ഥ ദൈവത്തിൻ്റെ ദാനമാണ്. അതേ, മഴ, മഞ്ഞ്, വെയിൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനം ആസ്വദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ലോകത്തിൽ ഏതു മനുഷ്യനും ദൈവത്തിൻ്റെ ദാനങ്ങൾ അവൻ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. അത് ഭൗതികമായിട്ടുള്ള ദാനങ്ങൾ നിരവധിയാണ്. അപ്പോൾ തന്നെ ആത്മീകമായിട്ടുള്ള ഗാനങ്ങൾ, ആത്മീകമായ ദാനം യേശു കർത്താവിനെ ദാനമായി നൽകി തന്നു, വീണ്ടെടുപ്പ് ദാനമായി നൽകി തന്നു, രക്ഷ ദാനമായി നൽകി തന്നു, നീതീകരണം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് ഒക്കെയും ദാനമായി ദൈവം നമുക്ക് നൽകി തന്നു. അങ്ങനെ ദാനമായി ദൈവം നൽകി തരുന്ന ദിവ്യശക്തി, ജീവനും ഭക്തിയും വേണ്ടിയൊക്കെയും ദാനം നൽകി തരുമ്പോൾ ദാതാവിനെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും, എല്ലാ നാളുകളിലും ദാതാവായ, ഗിവറായ ആ ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് നൽകി തരുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നമുക്ക് സ്തോത്രം ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രമെന്ന് പൗലോസ് പറഞ്ഞു. ആ ദാനങ്ങൾ 2 നിലയിലുണ്ട്: ആത്മീക ദാനങ്ങളും ഭൗതികമായിട്ടുള്ള ദാനങ്ങളും. ദാതാവ് ദൈവമാണ്, ദാതാവ്. അതേ, ദാനങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ ദാതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ, അതേ ദൈവത്തെ തന്നെ ഓർക്കുവാൻ, ദാതാവായ ദൈവത്തെ ഓർക്കുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി ഞാൻ പറയുമ്പോൾ, അതെ നമ്മൾ ഉരുവിട്ട 2 വാക്യങ്ങൾ വീണ്ടും ഉരുവിട്ടുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 9:15 വാക്യം: പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15:57 വാക്യം: കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
സ്നേഹത്തിനും